പാരകൾ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സ്വഭാവമായി മാറിയിരിക്കുകയാണ്. അതിന് കാരണം നമ്മുടെ രാഷ്ട്രീയക്കാർ തന്നെയാണ്. മുൻ MLA മാർ സ്ഥാനാർത്ഥികളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കെതിരെ നിഴൽ യുദ്ധം നടത്തുന്നവർ പാർട്ടിക്ക് അകത്തുണ്ട്, പാർട്ടിക്ക് പുറത്തുണ്ട്. അതെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടത്. നേരത്തെ 5 മുഖ്യമന്ത്രി കസേര മോഹികളായിരുന്നെങ്കിൽ അത് 3ആയിട്ട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ കിട്ടൂ. ഇതാണ് എൻ്റെ ഫൈനൽ ചാൻസ് എന്ന് പറഞ്ഞ് ചാടാനായിട്ട് മുതിർന്ന നേതാക്കൾക്കും ചെറിയ നേതാക്കൾക്കും ഒരവസരം വന്നു ഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗതികേട്. ഒരിടത്തൊരെണ്ണം ഒന്നിച്ചു കൂടുമ്പോൾ അതൊരു ക്യാൻസറായി വരികയും അപ്പുറത്ത് വേറൊരു വിഭാഗം ഒന്നിച്ചു കൂടി അത് വേറൊരു മൾട്ടിപ്പിൾ ക്യാൻസറിലേക്ക് പോവുകയും ചെയ്യുന്ന അങ്ങനെ 3, 4, 5 ക്യാൻസറുകൾ ശരീരത്തിൽ കൊണ്ട് നടക്കേണ്ട അവസ്ഥ ഇന്ന് KPCCക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അവസ്ഥ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. അങ്ങനെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു. 3 മുന്നണികളും അരയും തലയും മുറുക്കി പോരിനിറങ്ങുന്നു. ഇനി അങ്ങോട്ട് പ്രചാരണത്തിന്റെ കൊടുമ്പിരി കയറും വരെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുവാനാണ് അണികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഓരോ മുന്നണി നേതൃത്വവും ഇപ്പോൾ തലവേദന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വിമത പ്രശ്നം, പരസ്യ വിമർശനം ഒക്കെ ഇങ്ങനെ അണപൊട്ടി ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു. പരസ്യമായിട്ടുള്ള പ്രതിഷേധത്തിനപ്പുറം അണിയറയിലെ ചില പാരനീക്കങ്ങളുമുണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മുന്നണി നേതൃത്വങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചാണ് ഇന്ന് ടോക്കിംഗ് പോയിന്റ് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞപ്പോൾ പ്രചാരണത്തിലേക്ക് ഒരു ഫുൾ ഫ്ലെഡ്ജഡായി എത്ര മുന്നണി നേതൃത്വങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കുന്നുണ്ട്, എത്ര പാർട്ടികൾക്ക് ഇറങ്ങാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു വിഷയമാണെന്ന് തോന്നുന്നു. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഉണ്ടായിട്ടുള്ള തലവേദനയ്ക്ക് ഇപ്പോൾ മരുന്ന് തേടുകയാണെന്ന് തോന്നുന്നു ഓരോ മുന്നണികളും, അല്ലേ? തീർച്ചയായിട്ടും 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ, എല്ലാ മുന്നണിയുടെയും സ്ഥാനാർത്ഥികൾ പറയുന്നത് ഞാൻ പാരകളുടെ നാട്ടിലാണെന്നാണ്. പണ്ട് കാപ്പിരികളുടെ നാട്ടിൽ നിന്ന് SK പൊറ്റക്കാട് ഒരു സഞ്ചാര സാഹിത്യം എഴുതിയിട്ടുണ്ട്. അതെ. അപ്പോൾ അതുപോലെയാണ് അദ്ദേഹം ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ സഞ്ചരിച്ചിട്ട് പാരകളുടെ നാട്ടിൽ എന്ന് പറഞ്ഞൊരു പുതിയ സാഹിത്യം എഴുതിയതിന്. അത് രസകരമായൊരു കൃതിയായിരിക്കും. അത് വളരെ രസകരമായ കൃതിയായിരിക്കും. ഇത്തവണത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് 3 മുന്നണികളിലും ഒരുപോലെ, ഏതാണ്ട് ഒരുപോലെ പാരകൾ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റക്കുറച്ചിലുണ്ട്. ആ ഏറ്റക്കുറച്ചിലാണ് ആര് അന്തിമ വിജയം നേടുമെന്നുള്ളത് തെളിയിക്കുക. അത് ശരി. അത്ര പ്രശ്നമാണ്. പ്രശ്നം എന്ന് വെച്ചാൽ അത് കേരളത്തിന്റെ ഒരു സ്വഭാവമായിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പാരകൾ ഇപ്പോൾ കേരളത്തിന്റെ ഒരു സ്വഭാവമായി മാറിയിരിക്കുകയാണ്. അതിന് കാരണം നമ്മുടെ രാഷ്ട്രീയക്കാർ തന്നെയാണ്. ഇവരാണ് ഇതിനെല്ലാം വഴി കാണിച്ചു കൊടുത്തത്. ഒരുത്തനെ എങ്ങനെ തകർക്കണം, വ്യക്തിഹത്യ ചെയ്യണം, എനിക്ക് നേരിടാൻ വേണ്ടി, എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആരെ കുതികാൽ വെട്ടണം, ആരെ സ്ത്രീ പീഡനത്തിൽ പെടുത്തണം, ആരെ പണാപഹരണത്തിൽ പെടുത്തണം, ഇങ്ങനെയൊക്കെയുള്ള തിയറികൾ പല പ്രാവശ്യമായി നാട്ടിൽ നടപ്പിലാക്കി. ഇപ്പോൾ ഓരോരുത്തർക്കും ഇത് സുപരിചിതമാണ്. അപ്പോൾ നേതാക്കളാണ് പണ്ട് ഇത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അണികളും ഇത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിച്ചുപോയി. അതിന്റെ ഒരു കുഴപ്പം 3 മുന്നണികളിലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ പൊതുവിൽ ഈ വിഷയം നോക്കുമ്പോൾ സാധാരണഗതിയിൽ വിമത പ്രശ്നം തല ഉയർത്തുന്നതും സീറ്റ് ഷെയറിങ്ങിനെ കുറിച്ച് വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നതും UDF-ലാണ്. പക്ഷേ ഇപ്പോൾ നേരെ മറിച്ച് ഇത് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് LDF ക്യാമ്പിലായിരുന്നു. അതിൽ LDF-ലെ ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നുന്നത് ജനപ്രതിനിധികൾ തന്നെ കാലുമാറുന്നു എന്നുള്ളതാണ്. ഇത് സാധാരണഗതിയിൽ പാർട്ടിയിൽ കാണാത്തതാണ്. MLA-മാരൊക്കെ ഇരുന്നവർ എന്ന് പറയുന്നത് ഊതിക്കാച്ചിയ പൊന്നുപോലെ പാർട്ടി രംഗപ്രവേശനം ചെയ്യുന്നവരാണ്. ഇതിനേക്കാൾ വലുതാണ് CPM-ൽ നിന്നുള്ള പ്രമുഖർ പോയിരിക്കുന്നത്. G. സുധാകരൻ, ഐഷ പോറ്റി, അതുപോലെ തന്നെ PK ശശി, ഈ 3 MLA-മാർ, അതായത് പല പ്രാവശ്യം MLA-മാരായവർ അവിടെ നിന്ന് പോയിരിക്കുകയാണ്. അത് UDF ക്യാമ്പിലേക്കാണ് പോയിരിക്കുന്നത്. സ്വതന്ത്രൻ എന്ന പരിവേഷം ഉള്ളവരാണെങ്കിൽ പോലും അവർ UDF ക്യാമ്പിലാണ് ചെന്നെത്തിപ്പെട്ടിരിക്കുന്നത്. G. സുധാകരൻ എന്തായാലും ആ ക്യാമ്പിൽ കയറിയിട്ടില്ല, പുറത്ത് നിൽക്കുന്നു, സ്വതന്ത്രമായി മത്സരിക്കുന്നു. എന്നാലും സംഗതി അത് തന്നെയാണല്ലോ. അത് തന്നെയാണല്ലോ, അതിന് വ്യത്യാസമൊന്നുമില്ല. UDF പ്രവർത്തകർ ഇവിടെ വന്നിരുന്നു, അവരെന്നോട് ഉഷാറായിട്ട് നിൽക്കാൻ പറഞ്ഞു എന്നൊക്കെ സുധാകരൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അവരുടെ വോട്ട് പ്രതീക്ഷിച്ചാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹം UDF ക്യാമ്പിൽ തന്നെയാണ്. ജയിച്ചാലും UDF-ന് വേണ്ടിയിട്ടായിരിക്കും കൈവക്കുക എന്നുള്ളതും ഏതാണ്ട് ഉറപ്പാണ്. UDF-ൽ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. അത് വ്യക്തമാണ്. അപ്പോൾ അത് UDF സ്ഥാനാർത്ഥി തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ ഇങ്ങനെ പ്രധാന LDF-ൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇത് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിൽ
പിന്നെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അതിനേക്കാൾ വലുതാണ്. വളരെ പരിണതപ്രജ്ഞരായ, സംഘടനയോട് ഏറ്റവും അടുത്ത് നിന്ന, സംഘടനയുടെ അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെ പ്രവർത്തിച്ച പ്രവർത്തകർ പോകുന്നു എന്നുള്ളതാണ്. അതെ, ഏറ്റവും നേതാക്കൾ പോകുന്നു എന്നുള്ളത്. അതിൽ ടി കെ ഗോവിന്ദൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ മധുസൂദനെതിരെ രംഗപ്രവേശനം ചെയ്യുന്നു. അത് തളിപ്പറമ്പിലും പയ്യന്നൂരും ഈ രണ്ട് സ്ഥലം എന്ന് പറയുന്നത് പാർട്ടിയുടെ ഏറ്റവും വലിയ കോട്ടകളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ജി സുധാകരനെ ആ പിക്ചറിൽ വീണ്ടും പറയേണ്ടതാണ്. കാരണം അദ്ദേഹം വെറൊരു MLA മാത്രമല്ല, VS ശേഷം ഏറ്റവും ഇപ്പോൾ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ആലപ്പുഴത്തെ നേതാവാണ്. ഇതിൽ ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ സാറേ. ഈ പോയവരുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തളിപ്പറമ്പ്, പയ്യന്നൂര്, അമ്പലപ്പുഴ ഈ 3 സ്ഥലത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ തന്നെ പാർട്ടിക്ക് ശക്തമായ വെല്ലുവിളി നേരിടേണ്ടി വരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? തീർച്ചയായിട്ടും. അതായത് പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തിയ ആളെ വീണ്ടും മത്സരിപ്പിക്കുന്നു. അതിനെതിരെയാണ് കുഞ്ഞികൃഷ്ണൻ രംഗത്തെത്തിയത്. അപ്പോൾ അത് സത്യത്തിന് വേണ്ടി നിലകൊണ്ടു. രണ്ടാമത് തളിപ്പറമ്പിൽ സ്വജനപക്ഷപാതം, താൻ 3 പ്രാവശ്യം ജയിച്ചു, അത് കഴിഞ്ഞിനും ഭാര്യ ഇരിക്കട്ടെ. ഒപ്പം തന്നെ ഗോവിന്ദനെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇവിടെ അമ്പലപ്പുഴയിലേക്ക് വരുമ്പോൾ അവിടെയും സത്യസന്ധതയുടെ, സാർ പറഞ്ഞതുപോലെ തന്നെ പേര് കേട്ട ഒരാളാണ്, സത്യസന്ധതയ്ക്ക് പേര് കേട്ട ആൾ, കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റായി നിന്നയാൾ. അതിനേക്കാൾ വലിയ സാധനമാണ് ഉന്നയിച്ചത്, പൊളിറ്റിക്കൽ ക്രിമിനൽസ്. അപ്പം 2 വിഭാഗവും പറഞ്ഞിരിക്കുന്ന വലിയ സംഗതിയാണ്. അതെ, കണ്ണൂരുകാർ പറഞ്ഞിരിക്കുന്നത് സ്വജനപക്ഷപാതവും ധനം തട്ടിപ്പും ആസ്തി സമ്പാദിക്കലും പിന്നെ സുഖലോലുപതയും ഒക്കെ ആണെങ്കിൽ, ആലപ്പുഴ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ നടപ്പ് രീതി അനുസരിച്ച് പാർട്ടിയെ ക്രിമിനൽസ് പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആണ് പാർട്ടിയിൽ വാഴുന്നത് എന്നുള്ളത്. ഇവരൊരു കറക്ഷൻ മെത്തേഡിന് കൂടെയാണ് വന്നതെന്ന് വേണമെങ്കിൽ പറയാമെന്ന് തോന്നുന്നു. ഇവരെല്ലാം പറയുന്നത് അതാണ്. ഇവരെല്ലാവരും കഴിഞ്ഞ കുറെ നാളുകളായി പാർട്ടിക്ക് അകത്ത് നിന്ന് ശക്തമായി ശബ്ദം ഉയർത്തിയിരുന്നു. അവർക്കത് പൂർത്തിയാക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, അവരെ ഒറ്റപ്പെടുത്തും എന്നുള്ളൊരു സംശയം വന്നപ്പോൾ ഇനി ഇതിനകത്ത് നിന്നിട്ട് കാര്യമില്ല, പുറത്തേക്ക് ചാടാം എന്ന് പറഞ്ഞ് ചാടുകയും ഇതാണ് അവസരം എന്ന് വിചാരിച്ച് സ്ഥാനാർത്ഥി വരെ ആകാമെന്ന്, കൂടുതൽ അപ്പോൾ കാര്യങ്ങൾ പറയാനുള്ള വേദി കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പുറത്ത് ചാടിയെന്നാണ് ഒരു അറിയിപ്പ്. ഇതിലൊരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നത്, ഈ ഒരു പാർട്ടിക്കകത്തൊരു ശുദ്ധീകരണം, കറക്ഷൻ, അത് അവർ അകത്തുനിന്ന് നോക്കി, ഇപ്പോൾ അവർ പുറത്തുനിന്ന് ഫൈറ്റ് ചെയ്യുന്നു. ഇതിനേക്കാൾ വലുതായിട്ട് ഒരു നിഴൽ യുദ്ധം നടത്തുന്ന ഒരു വലിയ ടീം ഈ പാർട്ടിക്കകത്തുണ്ട് എന്നുള്ളതാണ്. അവരെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. ഇപ്പോൾ ഒപ്പം നിൽക്കുകയും ഈ കറക്ഷൻ പ്രോസസ്സിനായിട്ട് ഈ എസ്റ്റാബ്ലിഷ്മെന്റിനകത്ത് നിന്നുകൊണ്ട് ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീം. അവർ പറയുന്നത് ഞങ്ങൾക്ക് കറക്ഷൻ പ്രോസസ്സാണ്. ഈ അട്ടോഗഫി എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ സിസ്റ്റം, ഒരു രോഗത്തിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് സ്വന്തം സെല്ലുകൾ തന്നെ അതിന്റെ വേറൊരു സെല്ലിനെ തിന്നുക, പാർഷ്യലായിട്ടോ പൂർണ്ണമായിട്ടോ തിന്നുന്ന ഒരവസ്ഥ. അത് ചില സമയത്ത് അത് ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണെന്ന് പറയും. പക്ഷേ അത് കൂടിപ്പോയാൽ അപകടവുമാണ്. നമ്മുടെ മരണത്തിന് വരെ വേണമെങ്കിൽ കാരണമാക്കാം. നമ്മുടെ തന്നെ സെല്ലുകൾ നമ്മുടെ മറ്റൊരു സെല്ലിനെ ഭക്ഷിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ പാതിയായിട്ട് കാർന്നു തിന്നുന്ന അവസ്ഥ. ഇപ്പൊ അതുപോലെ പാർട്ടിക്കകത്തൊരു ദുർഗതി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് കറക്ഷൻ ആണെങ്കിൽ പോലും അത് കറക്ഷനായിട്ട് വരുമോ? ഈ നിഴൽ യുദ്ധങ്ങൾ നടക്കുമ്പോൾ പല സ്ഥാനാർത്ഥികളും വീണുപോകുമോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം പാർട്ടിക്കകത്ത് ഇപ്പം ഒരു 55ഓളം സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് മുഴുവൻ MLA മാരാണ്. അപ്പൊ അതിലൊരു പകുതിയോളം പിന്നെ പല വിധത്തിലും പാർട്ടിക്കകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരും അനാഭൂതരും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ കുറെ പേര് നല്ല പ്രവർത്തനം നടത്തി തീർച്ചയായും തിരിച്ചു വരുന്നവരുണ്ടെങ്കിൽ പോലും ഒരു പകുതിയോളം പേർക്ക് ചിത്തപ്പേരുകൾ ഒത്തിരി ഉണ്ട്. അതിൽ ഈ തെക്കൻ കേരളത്തിലുള്ളവർക്കാണ് ഈ എടുത്തയാട്ടം, ധാർഷ്ട്യം, ഇങ്ങനെയൊക്കെയുള്ള പിന്നെ അടിച്ചമർത്തൽ. ഇപ്പോൾ ജി സുധാകരൻ പറയുന്ന പോലെ പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആയിട്ട് ആക്ട് ചെയ്തവർ, അത് ഒരുപാട് സ്ഥലത്ത് ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് പ്രാദേശിക തലങ്ങളിലൊക്കെ തന്നെ ഈ ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി തുടങ്ങിയ ഘടകങ്ങളിലൊക്കെ തന്നെ ഉള്ള കുറേയേറെ പേർക്ക് ഈ ഗുണ്ടാ സ്വഭാവം, അല്ലെങ്കിൽ അടിച്ചമർത്തൽ, കയ്യേറ്റം, താൻ പോരിമ, ഇത്തരത്തിൽ തങ്ങൾ തീരുമാനിക്കുന്ന രീതിയിലേ മുന്നോട്ട് പോകൂ. അതായത് ഉൾപാർട്ടി ജനാധിപത്യം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. അത് പാർട്ടിക്ക് അകത്തു കൊടുക്കുന്നവർ പുറത്തു കൊടുക്കുന്നത്. അത് വേറെ കുഴപ്പം. സാധാരണ ഇത്രയും നാളും ഇല്ലാത്തൊരു ശീലം എന്ന് വെച്ചാൽ ഈ ജനങ്ങളോട് ഇച്ചിരി മയത്തിലാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാരെന്ന് പറഞ്ഞാൽ ജനങ്ങളോട് ഒപ്പം നിൽക്കുന്നവർ, ആര് വന്ന് ഒരു പ്രശ്നം പറഞ്ഞാലും അത് പരിഹരിക്കാൻ നിൽക്കുന്നവർന്നാണ്. ഇത്തവണ ആ പിക്ചർ പോയി എന്നുള്ളതാണ്. ഈ 2021 ശേഷം വന്നത് ധാർഷ്ട്യത്തിന്റെ, അഹങ്കാരത്തിന്റെ, താൻ പോരുമയുടെയൊക്കെ പ്രതീകങ്ങളായിട്ട് പലരും നിന്നു എന്നുള്ളതാണ്.
അവർ പലരും ഇപ്പോൾ സ്ഥാനാർത്ഥികളായിട്ട് അല്ലെ മുൻ MLA മാർ സ്ഥാനാർത്ഥികളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കെതിരെ നിഴൽ യുദ്ധം നടത്തുന്നവർ പാർട്ടിക്ക് അകത്തുണ്ട്, പാർട്ടിക്ക് പുറത്തുണ്ട്. അതെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടത്. അതായത് ഇത്തരത്തിൽ വിമത ശബ്ദം ഉയർത്തിയ പലരും നമ്മളോട് പറയുന്നത് ഈ ദുഷ്ടന്മാർ പന പോലെ വളരുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് പാർട്ടിക്കകത്ത്. മുൻപൊരിക്കലും CPM-ൽ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഗതികേട്ട് ശബ്ദമുയർത്തിയതാണ് തങ്ങൾ പുറത്തേക്ക് അത് പോകുന്നതെന്നാണ് അവർ താത്വിക പറയുന്നത്. ആചാര്യനായോണ്ടായിരിക്കും G. സുധാകരൻ അതിന് കറക്റ്റ് നെയിമും കൊടുത്തു, പൊളിറ്റിക്കൽ ക്രിമിനൽസ്. അതെ, ആ ബ്രാൻഡ് ചെയ്ത് അത് അദ്ദേഹം പ്രസന്റ് ചെയ്തു. അപ്പോഴാണ് ആളുകൾക്ക് ഇത് കൂടുതൽ ദൃശ്യമായത്, അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ കുറെ കൂടെ ഓർമ്മയിൽ വന്നത് എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, ഈ സാഹചര്യത്തെ നേരിടുവാൻ തങ്ങളുടെ പാർട്ടിക്ക് കെൽപ്പുണ്ട് എന്നാണ് CPM നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. അതായത് ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണ്. KR ഗൗരിയമ്മ പോയി, MV രാഘവൻ പോയി, പിന്നെയാണോ G. സുധാകരൻ, പിന്നെയാണോ TK ഗോവിന്ദൻ, പിന്നെയാണോ ഇത്തരത്തിൽ ഇപ്പോഴത്തെ ഈ ചെറിയ ചെറിയ നേതാക്കൾ നിസ്സാരന്മാരായി കണ്ട് അവരെ പുച്ഛിച്ചു തള്ളുന്ന വർഗവഞ്ചകന്മാർ എന്ന സ്ഥിരം പല്ലവി ഉപയോഗിച്ച് അവരെയൊക്കെ തന്നെ പറയുന്ന രീതി ഇപ്പോഴും തുടരുന്നുണ്ട്, വിമർശിക്കുന്ന രീതി ഇപ്പോഴും തുടരുന്നു. ഒരു പരിധി വരെ ശരിയാണ്. പക്ഷേ ആ കാലമല്ല ഈ കാലം എന്നുള്ളതാണ് പ്രശ്നം. അന്ന് പാർട്ടിയിൽ ഇവരൊക്കെ വിമത ശബ്ദം ഉയർത്തിയപ്പോൾ, അല്ലെങ്കിൽ അവരൊരു കോസിന് വേണ്ടിയാണ് ഉയർത്തിയപ്പോൾ അവരെ തടുത്തു നിർത്താനും പുറത്താക്കാനും ഒക്കെ കെൽപ്പുള്ള EMS നമ്പൂതിരിപ്പാട്, EK നായനാർ, VS അച്യുതാനന്ദൻ, പിന്നെ പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങി ഒരുപാട് പ്രഗത്ഭർ ഉണ്ടായിരുന്നു, ആ നിരയിലുണ്ടായിരുന്നു. അവർ ഓരോ ജില്ലയിലും അങ്ങനെ ഉണ്ടായിരുന്നു, ഓരോ മണ്ഡലത്തിലും അങ്ങനെ എടുക്കാനുള്ളവരുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ അതിന്റെ ഒരു കുറവ് ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പോൾ ഒരാളുണ്ട്, പിണറായി വിജയനുണ്ട്. അത് വലിയൊരു ശക്തി തന്നെയാണ്. അദ്ദേഹത്തിന് ഒരുപാട് ശക്തി പലയിടത്തും പ്രയോഗിക്കാൻ അറിയാവുന്ന ആളുമാണ്. പക്ഷേ അതാണ് എനിക്ക് പറയാനുള്ളത്. ആ പക്ഷേയിലെ പ്രശ്നം അദ്ദേഹത്തിന്റെ ഒരു വലിയ കഴിവെന്ന് പറഞ്ഞാൽ സ്വന്തം ശക്തി ഉപയോഗിച്ച് ഏത് പ്രശ്നത്തെയും തന്ത്രപൂർവ്വം നേരിടാനുള്ള, വേണ്ടി വന്നാൽ ചില കയ്യോക്കോടുകൂടി നേരിടാനും ഒക്കെയുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷെ ആ കഴിവുകൾ ഇപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും മറ്റും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ എന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ പണ്ട് നമ്മൾ പറയും, ഈ മനം എത്തുന്നിടത്ത് ശരീരം എത്തണമെന്ന് പറയും. പക്ഷെ അതിപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഞാൻ അടുത്തു നിന്ന് കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അറിയാം. അദ്ദേഹത്തിന്റെ രീതി ഭരണരംഗത്തായാലും പൊളിറ്റിക്സിലായാലും പ്രശ്നങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് അദ്ദേഹം ഒരു അനലൈസിസ് നടത്തി മെഡിറ്റേഷനോട് കൂടി അത് ഇല്ലാതാക്കാൻ, ആക്കാനുള്ള പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന ഒരു കഴിവുണ്ട്. പക്ഷെ ആ കഴിവ് ഇപ്പോൾ അദ്ദേഹത്തിന് പ്രയോഗിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, അദ്ദേഹത്തിന് ഒരു സപ്പോർട്ടിംഗ് ടീം ഇപ്പോൾ ഇല്ല എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനം, അതും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് അദ്ദേഹം അത് വിലപിക്കുകയും ചെയ്തു. കോടിയേരി ബാലകൃഷ്ണൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വലിയ താങ്ങും തണലുമായിരുന്നു, അത് പോയത് എനിക്ക് വലിയൊരു ക്ഷീണമായി ഇന്നലെയോ മറ്റോ അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു. അത് വളരെ വലിയ സത്യമാണ്. 2016-ലും 2021-ലും സ്ഥാനാർത്ഥി നിർണയവും അതിനകത്തെ പോരുകളും പ്രശ്നങ്ങളും എല്ലാം വന്നപ്പോഴും സാന്ത്വനത്തിൻ്റെ ഒരു വലിയ ശബ്ദമായി, ഒരു സാന്ത്വനത്തിൻ്റെ ആശ്വാസ കേന്ദ്രമായി AKG സെൻറ്ററിൽ, രോഗം വന്ന് വളരെ വഷളായി നിന്നിട്ട് പോലും AKG സെൻറ്ററിൽ അങ്ങനെ ഒരു കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഓരോ ജില്ലാ പാർട്ടി ഓഫീസിലും എത്തി അവിടെ തീ അണയ്ക്കാനൊരു കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ തിരിച്ചറിഞ്ഞത് സത്യം പറഞ്ഞാൽ വൈകി വന്നൊരു തിരിച്ചറിവാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ സാർ, ഈ നേരത്തെ പല പ്രമുഖരും പോയപ്പോൾ മറുവശത്ത് നിൽക്കുവാൻ, പാർട്ടിയെ ബാലൻസ് ചെയ്ത് നിർത്തുവാനായി കരുത്തരുണ്ടായിരുന്നു, കരുത്തരുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കരുത്തനാണുള്ളത്, അതും പഴയ കരുത്ത് ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് സംശയം തോന്നുന്ന മുഖ്യമന്ത്രി. അദ്ദേഹം കരുത്തൻ തന്നെയാണ്. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാനസികമായി കരുത്തനാണ്. പക്ഷേ ഈ ഞാൻ പറഞ്ഞില്ലേ, മനസ്സ് എത്തുന്നിടത്ത് ശരീരം എത്തുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ ഈ ഒരു സെക്കൻഡ് നിര, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രതിസന്ധിയെ നേരിടുവാൻ മറ്റ് ആരും ഒപ്പമില്ല എന്നൊരവസ്ഥ കൂടിയുണ്ട്. അത് പലരുടെയും കഴുത്ത് ജരിക്കുക തന്നെ ആയിരുന്നില്ല, ഒതുക്കുക തന്നെ ആയിരുന്നില്ല. പി ജയരാജൻ ഉണ്ടാകാമായിരുന്നു. അപ്പൊ തന്നെ അതുപോലെ ജയരാജന്മാരിൽ ചിലരൊക്കെ തന്നെ പി ജയരാജനൊക്കെ തന്നെ ഇപ്പൊ ഒതുക്കപ്പെട്ട അവസ്ഥയിലാണ്. പി ജയരാജൻ വലിയൊരു ശക്തിയാണ്. എന്നോട് പലരും അദ്ദേഹം അവിടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ, CM-ന്റെ ഓഫീസിലിരിക്കുമ്പോൾ IAS IPS ഉദ്യോഗസ്ഥർ വരെ പറഞ്ഞിട്ടുണ്ട്, കയറി ചെന്നാൽ ഒരു വെളിവുണ്ടായിരുന്നു ആ ഓഫീസിൽ. ഇപ്പൊ കയറുമ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ഇരുണ്ട ഓഫീസായിട്ട് തോന്നും. ഒരു ചിരിക്കുന്ന മുഖം, ഒരു പ്രശ്നം പരിഹരിക്കുന്ന മുഖം അവിടെ കാണാനില്ല. നമ്മൾ ചെന്നൊരു കാര്യം പറയാം, ഇപ്പൊ CM-നെ എപ്പോഴും കിട്ടില്ല, പക്ഷേ PS അവിടെ ഉണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു ശക്തിയായിരുന്നു. അതെ, പി ജയരാജന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ
ആ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ് എം വി ജയരാജൻ ഉണ്ടായിരുന്നു. എം വി ജയരാജന്റെ ഏറ്റവും വലിയ ശക്തി അതായിരുന്നു. കാരണം ഏത് പ്രശ്നത്തിനെയും അദ്ദേഹം അത് പ്രശ്നമാക്കണ്ട, അത് നമുക്കിപ്പോൾ സംസാരിക്കാം, അല്ലെങ്കിൽ സി എമ്മുമായിട്ട് സംസാരിച്ച് ഞാനത് ക്ലിയർ ചെയ്യാം എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥരോടും പാർട്ടിക്കാരോടും ഒക്കെ സി എമ്മിൻ്റെ ഓഫീസിൽ സി എമ്മിന് ഉപരിയായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിന്ന് എന്നാൽ സി എമ്മിന് നിഷേധിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു ഇ.പി. ജയരാജൻ ഉണ്ടായിരുന്നു, എം വി ജയരാജൻ ഉണ്ടായിരുന്നു. ആ എം വി ജയരാജൻ അവിടുന്ന് പോയത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയൊരു പ്രതിസന്ധിയാണ് വന്നിട്ടുള്ളതെന്ന് പൊതുവെ എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെയാണ് ജി സുധാകരൻ എന്ന നേതാവിൻ്റെ കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത്, പറയേണ്ടതും. അദ്ദേഹത്തെ വളരെ സീനിയറായി കൺസിഡർ ചെയ്ത് അദ്ദേഹത്തിന് വാക്കുകൾ കൊണ്ടുള്ള പരിഗണന കൊടുത്താൽ മതിയായിരുന്നു. അദ്ദേഹം ഈ പാർട്ടിയുടെ താത്വികമായ തൂണുകളൊക്കെ തന്നെ വളരെ ശക്തമാക്കി നിലനിർത്താൻ പോകുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു. നേരെ മറിച്ച് അദ്ദേഹത്തെ ജില്ലയിലെ നേതാക്കൾ അപഹസിച്ചപ്പോൾ, പരിഹസിച്ചപ്പോൾ, അവജ്ഞയോടെ തട്ടിത്തെറിപ്പിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ നോക്കി നിന്ന സംസ്ഥാന നേതൃത്വത്തെയാണ് നമ്മൾ കണ്ടത്. അതെ, സുധാകരൻ എന്ന് വരെ വിളിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതി. അപ്പോൾ അന്ന് ചെയ്യേണ്ടിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണന് ശേഷം ഇദ്ദേഹത്തിനെ പാർട്ടി സെക്രട്ടറി ആക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് മുഖ്യമന്ത്രി കോടിയേരിയുടെ ആബ്സെൻസ് എന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ആ ഒരു ആബ്സെൻസ് വരുത്താതെ നോക്കിയേനെ. ഒരുപക്ഷെ അതിനേക്കാൾ എഫിഷ്യൻ്റ് ആയിട്ട് ഒരുപക്ഷെ ചിലപ്പോൾ അദ്ദേഹം പല പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്ത് അദ്ദേഹത്തിന് ഈ പാർട്ടിയുടെ സ്ട്രക്ചറിൽ ഒരു പ്രശ്നമുണ്ടാക്കാതെ നോക്കിയേനെ. പക്ഷേ ഉദ്ദേശിക്കുന്ന പലതും അവിടെ ചിലപ്പം നടന്നെന്ന് വരില്ല. കാരണം അദ്ദേഹം ഓരോ ജില്ലയിലെയും പ്രമുഖരെയൊക്കെ കണ്ടുവച്ച് അവരോട് ഇതിനകത്തോട്ട് കൂടുതൽ ചേർന്ന് നിന്ന് പാർട്ടിക്കൊപ്പം നിൽക്കാൻ പറയുമ്പോൾ അത് തൻ്റെ വ്യക്തിപരമായ ചില താല്പര്യങ്ങളുമായിട്ട് ഒത്തുപോകുമോ എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പാർട്ടി ആയിരുന്നു പ്രശ്നമെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും തോന്നുന്നത് ജി സുധാകരന് എക്സംഷൻ കൊടുത്തായാലും പാർട്ടി സെക്രട്ടറി ആക്കിയിരുന്നെങ്കിൽ വലിയൊരു അസറ്റായിരുന്നു. അപ്പോൾ ഏതായാലും CPM അല്ലെങ്കിൽ ഇടതുപക്ഷം നേരിടുന്ന ആ ഒരു വിമത പ്രശ്നം അത്തരത്തിൽ നിലനിൽക്കുകയാണ്. മുതിർന്ന നേതാക്കൾ ഉയർത്തുന്ന വിമത സ്വരവും അത് മൂലമുണ്ടാകുന്ന ഒരു പ്രതിച്ഛായ ടെൻഷനും അവർക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുകയാണ്. നേരെ മറിച്ച് UDF ക്യാമ്പിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് തോന്നുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് വരെ വളരെ ശാന്തമായിരുന്നു കാര്യങ്ങൾ. വളരെ സ്ട്രോങ് ആയി നേതാക്കൾ ഒറ്റക്കെട്ടായി നിന്ന് ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്നു. എല്ലാവരും ശക്തമായി മുന്നോട്ട് പോകുന്നു. യാത്രകൾ വിജയകരമാക്കുന്നു. ക്യാമ്പയിന് രമേശ് ചെന്നിത്തല വളരെ വൈദഗ്ധ്യത്തോടു കൂടി നേതൃത്വം നൽകുന്നു. മുതിർന്ന നേതാക്കൾക്കൊക്കെ തന്നെ അക്കോമഡേഷൻ ലഭിക്കുന്നു. പക്ഷേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അവിടെ പ്രശ്നം ഉടലെടുക്കുകയാണെന്ന് തോന്നുന്നു, അല്ലേ? വലിയ തോതിൽ ഉടലെടുക്കുകയാണ്. നേരത്തെ ഒരു ആശ്വാസം കിട്ടിയിട്ടുള്ളത്, നേരത്തെ 5 മുഖ്യമന്ത്രി കസേര മോഹികളായിരുന്നെങ്കിൽ അത് 3ആയിട്ട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ കിട്ടുള്ളൂ. അത് ശരി. കെ സുധാകരനും അതുപോലെ തന്നെ അടൂർ പ്രകാശും അവിടുന്ന് മാറി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ആശ്വാസം. കാരണം അവർക്ക് മത്സരിക്കാൻ കഴിയാത്തതുകൊണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം വരാൻ വഴിയില്ല. പക്ഷേ 3 പേര് അവിടെ ഇപ്പോഴും ആ റേസിന് തയ്യാറായി നിൽക്കുക തന്നെയാണ്. അപ്പോൾ അത് ഹൈക്കമാൻഡിൽ നിന്ന് കെ.സി. വേണുഗോപാലാണെങ്കിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്കുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവും തലമുതിർന്ന നേതാവും പിന്നെ വർക്കിംഗ് കമ്മിറ്റി അംഗവും എന്നൊക്കെയുള്ള നിലയിൽ രമേശ് ചെന്നിത്തലയുണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഇക്വേഷൻ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പറയുന്നത് 92 സീറ്റിൽ ഏതാണ്ട് 3/1 കെ.സിയുടെ ആൾക്കാരാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പോര് നടന്നപ്പോൾ കെ.സിക്ക് അങ്ങനെ ഒരു ഗുണം കിട്ടി. പലരെയും തൻ്റെ ആൾക്കാരെ തിരുകാനായിട്ട് അത് 30-ലധികം പേര്. പക്ഷേ പലപ്പോഴും ഇപ്പോൾ വരുന്ന നിരീക്ഷണം എന്ന് പറയുന്നത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ അഡ്വാൻറ്റേജ് നിലനിർത്തി, എഡ്ജ് നിലനിർത്തി UDF. അതായത് നമ്മൾ നോക്കുമ്പോൾ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ അവർ മികച്ച വിജയം നേടി. KPC പ്രസിഡന്റായി കെ സുധാകരൻ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ വിജയം നേടി, ആ ഒരു എഡ്ജ് നിലനിർത്തി. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി കലമുടച്ച ഒരു പ്രതീതിയാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അതിന് പ്രധാന കാരണം ഇവരൊക്കെ തന്നെയാണ്. 100 സീറ്റ് പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനം. പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നല്ല മെജോറിറ്റി പലയിടത്തും കിട്ടിയത് ഒക്കെ സ്ഥാനമോഹികൾക്ക് ഇതല്ലെങ്കിൽ ഇനിയൊരു അവസരമില്ല, ഇതാണ് എൻ്റെ ഫൈനൽ ചാൻസ് എന്ന് പറഞ്ഞ് ചാടാനായിട്ട് മുതിർന്ന നേതാക്കൾക്കും ചെറിയ നേതാക്കൾക്കും ഒരവസരം വന്നു ഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗതികേട്. മരുഭൂമിയിലെ നീരുറവ കണ്ട് ഓടുന്നവരെ പോലെ. അതെ, ഇനി വേറെ കിട്ടാനില്ല, ഇപ്പോൾ അല്ലെങ്കിൽ പിന്നിനി എന്നുള്ള ചിന്തയിലാണ് 140 മണ്ഡലത്തിലെയും കോൺഗ്രസ് പ്രവർത്തകർ, KPCCയുടെ 250 ഭാരവാഹികൾ, മുൻ MLA മാർ, ഇപ്പോഴത്തെ MLA. അപ്പോൾ അവരെല്ലാം വിമതനായിട്ട് വരെ രംഗത്ത് വരുമെന്ന് പറയുന്ന ഒരവസ്ഥ നിലനിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു വിമത ശല്യം എല്ലായിടത്തും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? വിമത ശല്യം
ഒരു പക്ഷേ ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയം കൂടെയൊക്കെ വരുന്നതോടുകൂടി അത് ചിലപ്പോൾ ഒതുങ്ങിയേക്കാം. ആ. കാരണം എല്ലാവർക്കും ഭയമുണ്ട്, ഇതൊരു ചെറിയ കോൺടെസ്റ്റ് അല്ല. ഇപ്പോൾ ഒന്നാമത്തെ ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു 5 കോടി 7 കോടിയൊക്കെ മുടക്കാതെ ഒരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക ബുദ്ധിമുട്ടാണ്. ശരിയാണ്. അപ്പോൾ ഈ ചുമ്മാ ചാടി കയറി സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ നിന്നാൽ പോരല്ലോ. സ്വതന്ത്രം നിൽക്കാം, പക്ഷേ പിന്നെ ഈ ബഹളമൊക്കെ വരുന്ന അവസാനം ഒരു കോംപ്രമൈസിന് വേണ്ടി പിൻവലിച്ച് പോകുന്ന ഒരവസ്ഥയും ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ഥാനാർത്ഥി പിൻവലിക്കുന്നതോടുകൂടി കുറേയൊക്കെ മാറി കിട്ടും. പക്ഷെ പിന്നെ അവൻ ഈ പാരകളുടെ നാട്ടിൽ എങ്ങനെ കളിക്കും എന്നുള്ളതാണ്. ഈ ഓക്കെ. അന്തർ നാടകങ്ങൾ, അതുപോലെ തന്നെ നിഴൽ യുദ്ധങ്ങൾ ഒരുപക്ഷെ CPM-ൽ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെയും അത് ശക്തമായിട്ട് വരാൻ സാധ്യതയുണ്ട്. പലയിടത്തും വിമത സ്ഥാനാർത്ഥികൾ. ഇപ്പോൾ TK ഗോവിന്ദന് പോലും അവിടെ വിമതൻ തളിപ്പറമ്പിൽ രംഗപ്രവേശനം ചെയ്യുമെന്നാണ് പറയുന്നത്. അതെ. അപ്പോൾ കൊയ്യം ജനാർദ്ദനൻ ഉൾപ്പെടെ KPCC സെക്രട്ടറിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ അവിടുത്തെ DCC പ്രസിഡന്റ്, ഇങ്ങനെ പലരും അവിടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വരും എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അമ്പലപ്പുഴയിൽ ആ പ്രശ്നം, അമ്പലപ്പുഴയിലും അതേ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അത് എങ്ങനെ മാറുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഓക്കെ. ഇത് ഏതാണ്ട് പല ജില്ലകളിലും ഇതേ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അത് ശരി. അപ്പോൾ മത്സര രംഗത്തേക്ക് തന്നെ പരിഗണിക്കാത്തതിലുള്ള പ്രതിഷേധം പലരും പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ KS ബ്രിഗേഡ് എങ്ങനെയാണ് നീങ്ങുന്നത് അതിപ്പോഴും സംശയമാണ്. അതെ. സാധാരണ ആദ്യമൊക്കെ മയപ്പെട്ട് നിന്നെങ്കിലും പിന്നീട് ഇടയ്ക്ക് പറയുകയും ചെയ്യും, എന്നെ വന്ന് കാണുകയും വേണ്ട രീതിയിൽ എൻ്റെ നേതൃത്വത്തിനെ അംഗീകരിക്കുകയും ചെയ്യാത്തവനെ ഞാൻ ശരിയാക്കും എന്നുള്ള ഒരു സൂചന കൊടുക്കുന്ന വിധത്തിലാണ് അദ്ദേഹം പോകുന്നത്. കണ്ണൂരിലെ പല നേതാക്കളും അവിടെ പോയി അദ്ദേഹത്തിനെ കണ്ടു. അപ്പോൾ അവിടെ ഒരു പ്രശ്നമില്ലാതെ പോകാനായിട്ടുള്ള ശിവമോഹൻ അടക്കം, കണ്ണൂരിലെ സ്ഥാനാർത്ഥി അടക്കമുള്ളവർ, മുൻ മേയറായിരുന്നു അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ അവിടെ പോയി വണങ്ങി ആദരവ് നേടി ഒക്കെ പോന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ ചില ജില്ലകളിൽ ചില പ്രശ്നങ്ങൾ പലയിടത്തായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ വിമത പ്രശ്നം ഇവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടായിരുന്നതായി നിരീക്ഷിക്കപ്പെടുന്ന എഡ്ജ് നഷ്ടപ്പെടുത്താൻ പോകുന്നതാണോ? അത്രയും ഒരു എഡ്ജ് കിട്ടില്ല എന്നുള്ളത് ഇപ്പം ബോധ്യമായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഫോട്ടോ ഫിനിഷിലേക്ക് തന്നെയാണ് പോകുന്നത്. ഫോട്ടോ ഫിനിഷിലേക്കാണ് പോകുന്നത്. പലരും പ്രവചിക്കുന്നത് 61 മുതൽ 70 വരെ LDF-നും, ഏതാണ്ട് 58 മുതൽ 69 വരെ UDF-നും. അപ്പോൾ UDF പിറകിലേക്ക് പോയി ഇപ്പോൾ എന്നാണ് ഇപ്പോഴത്തെ ഒരു നിരീക്ഷണത്തിൽ പലരും പറയുന്നത്. ഇത് ചിലപ്പോൾ എന്നിട്ട് 1-2 സീറ്റുകളിൽ വ്യത്യാസം വന്നാൽ ഇത് മാറുകയും ചെയ്യാം. ഇപ്പം 61 മുതൽ 70 വരെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ LDF-ന് 61 ആയാൽ തീർച്ചയായിട്ടും ബാക്കി സീറ്റുകൾ UDF-നാണല്ലോ. അപ്പോൾ അവർ ചിലപ്പോൾ 75-ഓ 80-നോ ഒക്കെ വീണ്ടും അധികാരത്തിൽ വന്നേക്കാം. ഈ എഡ്ജ് നിൽക്കുന്നു, ഇതാണ് പ്രധാനം. അപ്പോൾ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഒരു 40 വീതം LDF UDF, അതിൽ 1% വ്യത്യാസം വരുന്നത് ആരാണെന്നുള്ളത് പ്രധാനമാണ്. 40-20. ഈ അസംതൃപ്തരെ എങ്ങനെ കോംപ്രമൈസ് ചെയ്ത് കൂടെ നിർത്താൻ സാധിക്കും, അത് വലിയ ഘടകമായിരിക്കും അല്ലേ? വലിയ ഘടകമാണ്. അസംതൃപ്തരെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ് ഓരോ സ്ഥാനാർത്ഥി. പക്ഷെ ഇതിന് സമയമില്ല. ഇനിയിപ്പോൾ ഒരു തിങ്കളാഴ്ച നോമിനേഷൻ പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞാൽ 23-ാം തീയതിക്ക് ശേഷം പിന്നെ നമുക്കധികം സമയമില്ല. ഈ അസംതൃപ്തർ ശരിക്കും വർക്കിംഗ് ഡേ നോക്കിക്കഴിഞ്ഞാൽ ഒരു 11-12 ദിവസത്തെ. ഈ വിമതന്മാർ നോമിനേഷൻ പിൻവലിച്ചാലും ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പില്ലാത്ത കാര്യമാണല്ലോ. പ്രവർത്തിക്കാതിരുന്നാലും കുഴപ്പമില്ല, തിരിച്ച് പാരപ്പണി ചെയ്യാതിരുന്നാൽ മതിയല്ലോ. കാരണം ഇത്തവണ എല്ലാം ഫോട്ടോ ഫിനിഷാണ്. ഞാൻ പറഞ്ഞില്ലേ, 40-41 ആർക്ക് കിട്ടുമെന്നുള്ള വിധത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ പിന്നെ NDAക്ക് ഒരു 20% വരെ കിട്ടുകയാണെങ്കിൽ 40-40 എന്നുള്ള ഫോട്ടോ ഫിനിഷിലേക്ക് വന്നാൽ എന്ത് ചെയ്യും? അവിടെയാണ് ഈ ഒന്നും പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥ കേരളത്തിൽ നിൽക്കുന്നത്. അവിടെ എത്ര വോട്ട്, എത്ര സീറ്റ് എന്നുള്ളതാണ്. അത് ഈ മുന്നണികൾ അറിഞ്ഞ് പ്രവർത്തിച്ച് നിന്നില്ലെങ്കിൽ വലിയ പ്രശ്നമായിട്ട് ഇപ്പം പിന്നെ UDF-നകത്താണ് ഈ പ്രശ്നങ്ങൾ. മറ്റിടത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ സ്വന്തം കോശങ്ങളെ തിന്നുന്നവർ ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഇവിടെ സ്വന്തം കോശങ്ങൾ ഒന്നിച്ചു കൂടുന്ന ഒരവസ്ഥയുണ്ട്. അതൊരു ക്യാൻസർ പോലെയാണ്. ഒരിടത്തൊരെണ്ണം ഒന്നിച്ചു കൂടുമ്പോൾ അതൊരു ക്യാൻസറായി വരികയും അപ്പുറത്ത് വേറൊരു വിഭാഗം ഒന്നിച്ചു കൂടി അത് വേറൊരു മൾട്ടിപ്പിൾ ക്യാൻസറിലേക്ക് പോവുകയും ചെയ്യുന്ന, അങ്ങനെ 3, 4, 5 ക്യാൻസറുകൾ ശരീരത്തിൽ കൊണ്ട് നടക്കേണ്ട അവസ്ഥ ഇന്ന് KPCC-ക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അവസ്ഥ. ക്യാൻസറുമായി മത്സരിക്കാൻ നിൽക്കുന്നു. മറ്റേടത്ത് ഇമ്മ്യൂണിറ്റി പ്രോബ്ലമാണ്. കോശങ്ങളെ തിന്നുന്ന അവസ്ഥ എന്ന് പറഞ്ഞ പോലെയാണ്. അതേസമയം BJP-ക്കകത്താണെങ്കിൽ അവയവമാറ്റം ആണ് ഇപ്പോഴത്തെ പ്രശ്നം. പുതിയ അവയവങ്ങൾ വന്ന് കയറിയത് എങ്ങനെ ഇതിനകത്ത് സൂട്ടാകും എന്നുള്ളതാണ് പ്രശ്നം. അവിടെയും വലിയ പിന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പഴയ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി അവയവത്തെ എങ്ങനെ ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ സിസ്റ്റം അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പോയില്ലേ.
ഓക്കെ. അപ്പൊ സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യാത്ത അക്കാര്യത്തിൽ ഇതുവരെ തീരുമാനമായില്ലേ? അവിടെ എല്ലാം തീരുമാനമായിട്ടില്ല. അവിടെ ഇനിയും കുറെ പ്രശ്നങ്ങൾ, ചെറിയ 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 പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. ഓക്കെ. അപ്പം കിട്ടാത്ത ചില മുതിർന്ന നേതാക്കളുണ്ട്. ഓ. അവർക്ക് സമ്മതക്കുറവൊന്നും ഇല്ല എന്ന് പറയുന്നെങ്കിലും പ്രധാനികളായിട്ടുള്ള എം ടി രമേശ് ആയാലും പിന്നെ ശ്രീ രാധാകൃഷ്ണനായാലും പിന്നെ എസ് സുരേഷ് ആയാലും ഇങ്ങനെ പലരെക്കുറിച്ചും പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുതിർന്ന നേതാവ് ശ്രീധരൻപിള്ള എത്രത്തോളം തൃപ്തനാണെന്നുള്ളതിനെ കുറിച്ച് പലർക്കും സംശയമുണ്ട്. ഇനിയും ഇവരൊക്കെ ഇതിനെ മോഹിക്കണമെന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ എന്നാലും മോഹിച്ചാൽ എന്താ കുഴപ്പം? നമുക്ക് നല്ലൊരു ഞങ്ങൾ പണ്ട് കാലത്തൊക്കെ ഒത്തിരി പണി ചെയ്തതാണ്. ഇപ്പം നല്ല കാലം വന്നു. 3, 4, 5, 6 സീറ്റുകൾ പാർട്ടിക്ക് ഉറപ്പാണ്. മറ്റ് ഘടകകക്ഷികളെല്ലാം കൂടെ 8, 10 സീറ്റ് കൊണ്ടുവന്നാൽ ആ സമയത്ത് ഞങ്ങൾ നിയമസഭയിൽ വേണ്ടേ എന്ന് ചിന്തിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അതെ. അപ്പോൾ ക്യാപ്റ്റന്മാരെല്ലാം തൃശങ്കുവിലാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ. യഥാർത്ഥ ക്യാപ്റ്റനായിട്ട് പറയുന്ന ശ്രീ പിണറായി വിജയന് ഇത്തരത്തിലുള്ള സംഘടനാപരമായ നോട്ടം എത്രത്തോളം എത്താൻ കഴിയുന്നു എന്നുള്ള പ്രശ്നം നിൽക്കുന്നു. വി ഡി സതീശന് മുമ്പുണ്ടായിരുന്ന എഡ്ജ് ഇപ്പോൾ നഷ്ടപ്പെട്ടോ? അത് നേരത്തെ ഏകഛത്രാധിപതിയെ പോലെ നിന്നിരുന്ന ഒരു ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം, വി ഡി സതീശൻ. ആ എഡ്ജ് ഇപ്പോൾ അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്. അത് ഹൈക്കമാൻഡിൽ നിന്നും കൂടെ ഒരു പ്രഷർ വരുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുടെ മറ്റൊരു പ്രശ്നമുണ്ട്. ഇതെല്ലാം അവിടെ നിൽപ്പുണ്ട്. ഇപ്പോഴും സുധാകരൻ ഇപ്പോഴും പിടി വിട്ടുകൊടുത്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ അവർക്ക് നേരത്തെ തീർക്കേണ്ടതായിരുന്നു. അവർ രണ്ടുപേരും കൂടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹവും KPC പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ശ്രീ സുധാകരനും നേരെ നിന്നിരുന്നെങ്കിൽ അവർക്ക് അന്ന് നിന്നിരുന്നെങ്കിൽ ഇത് വളരെ ക്ലിയർ ആക്കാൻ വരുന്നു. അന്ന് പ്രത്യക്ഷമായിട്ട് വരെ പരസ്പരം ഉന്തും തള്ളുമായിരുന്നു. അപ്പം എന്റെ നേതാവാണ് സുധാകരൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന്റെ മനസ്സിൽ ചില ഇപ്പോഴും നിൽപ്പുണ്ട്. കെ സുധാകരന്റെ മനസ്സിലൊരു മുറിവുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതായത് അദ്ദേഹത്തെ നീതിക്ക് നിരക്കാത്ത രീതിയിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റി എന്ന ഒരു ആ മാറ്റമാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഒരാഘാതമായത്. അതിൽ നിന്ന് കളിച്ചവരെല്ലാം അദ്ദേഹം വെറുപ്പോടെയാണ് ഇപ്പോഴും കാണുന്നത്. അവരെ വരട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റെപ്പ് എനിക്ക് തോന്നുന്നു. ഓക്കെ, അനാരോഗ്യം പറഞ്ഞുവെങ്കിൽ തന്നെ അദ്ദേഹം പറയുന്നത് എനിക്കൊരു പ്രശ്നമില്ല എന്ന്. പക്ഷെ അദ്ദേഹത്തെ പോലൊരു നേതാവ്, അനാരോഗ്യം എന്ന് പറയുന്നതാണേലും അദ്ദേഹത്തിന്റെ പ്രസൻസ് മതി പലയിടത്തും. പിന്നെ ചെറിയ പ്രസൻസ് എല്ലായിടത്തും ഓടി നടന്നില്ലെങ്കിലും KPC ഓഫീസിലും മറ്റും ആയിട്ടൊരു പ്രസൻസ് എല്ലാ ജില്ലകളിലും അത്യാവശ്യത്തിന് പോവുകയും പലരെ വിളിക്കുകയൊക്കെ ചെയ്താൽ പോലും അതൊരു നേതൃത്വമായിരുന്നു, ശക്തമായ നേതൃത്വമായിരുന്നു. പ്രത്യേകിച്ച് 2ാം ഊഴം 3ാം ഊഴത്തിലേക്ക് നിൽക്കുന്ന ഈ മുന്നണിക്കെതിരെ പയറ്റാൻ അത്തരത്തിലൊരാൾ വളരെ അത്യാവശ്യമായിരുന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിനെ ഒറ്റിക്കൊടുത്തതും പിന്നെന്താ മീഡിയയുടെ മുമ്പ് വെച്ച് പോലും മൈക്ക് തള്ളി നീക്കുന്ന അതൊക്കെ നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ. അന്ന് ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ജനത്തിന് മനസ്സിലാകുക? അപ്പം ആ നാടകങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ നിന്നു. അതിൻ്റെയൊക്കെ അമർഷം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അന്ന് അതുകൊണ്ടാണ് ഒരു വരം വാങ്ങിച്ചത്. ഞാൻ പോയിട്ട് 2026 100 സീറ്റ് എനിക്ക് തരണം എന്ന് പറഞ്ഞ് ഈ തരത്തിലുള്ള ഒരു തിരിച്ചടി കൊടുക്കുന്നതിനും കൂടെ ആയിരുന്നു എന്നുള്ളതാണ് പലരും അദ്ദേഹത്തിന്റെ ക്യാമ്പിലുള്ളവർ പറയുന്നത്. ഇപ്പോഴും അവർക്ക് എനിക്ക് തോന്നുന്നു ആ KS ബ്രിഗേഡ് പലയിടത്തും സ്ട്രോങ് ആണ്. അവരിപ്പോഴും ശക്തമാണ്. അവരുടെ പ്രതിഷേധം പൂർണ്ണമായും അടങ്ങിയിട്ടില്ല. അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ്. അത് ഏത് രീതിയിലായിരിക്കും, അതിനെ കെടുത്താനായിട്ട് ഇനി 10 ദിവസം 10-12 ദിവസത്തിനിടെ എങ്ങനെ സാധിക്കും എന്നുള്ളതും വലിയ കാര്യമാണ്. അതേപോലെ തന്നെയാണ് BJPക്ക് അകത്ത് ഇപ്പോൾ ചില ഉയർന്നിരിക്കുന്ന ഏകഛത്രാധിപതിയെ പോലെ ഏതാണ്ട് നിൽക്കുകയായിരുന്നു. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് താമര വിരിഞ്ഞ് ഒരു സ്ഥാപനം കൈക്കലാക്കി കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ നമ്മുടെ കയ്യിലായെന്ന് പറഞ്ഞപ്പോൾ ഒരു പൊൻതിലകമായിരുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖർക്ക്. പക്ഷേ ഇപ്പോൾ അതിനെയും ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഉള്ളിൽ എന്നാണ് കേൾക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അവിടുത്തെ കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണമായ സപ്പോർട്ടുണ്ട്. ഇതിൽ വേണ്ടവരെ മാത്രം നിർത്തിക്കൊണ്ട് ഇലക്ഷന് അദ്ദേഹം അതാണ് ഇപ്പോൾ പ്രധാനമായും നോക്കുന്നത്. ഇലക്ഷനിൽ വോട്ട് കിട്ടുന്നവരാരാണ്, നേതാവ് എന്നുള്ളതല്ല. അത് വോട്ട് വാങ്ങാൻ കെൽപ്പുള്ളവൻ ആരാണ്, അവരെ മാത്രം സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ള ഒരു സ്റ്റൈലിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നതെന്നാണ്. പക്ഷെ അവിടെയും പ്രശ്നം 2020 ചില സ്ഥാനാർത്ഥികളെ നിർത്തിയത് വളരെ ദോഷമായിട്ടുണ്ട്. 2ാം തരം ചില സിനിമാ താരങ്ങളെയൊക്കെ പിടിച്ച് നിർത്തിയപ്പം അത് പാർട്ടിക്ക് ഭൂഷണമല്ലാതെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നവരുണ്ട്. പിന്നെ അന്തർധാര ആക്ഷേപിക്കുന്നവരുണ്ട്. ധർമ്മടത്ത് എന്തുകൊണ്ടാണ് BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തത്, ഹരിപ്പാട്ടെ സ്ഥാനാർത്ഥി ചെങ്ങന്നൂരെ സ്ഥാനാർത്ഥി എന്തിനാണ് ഹരിപ്പാട്ടേക്ക് മാറ്റിയത്, ഇങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങൾ പലത് നിൽക്കുന്നു. 2020 എന്തിനിങ്ങനെ പൊതുജന മധ്യത്തിൽ ചിരിക്കാനുള്ള സ്ഥാനാർത്ഥികൾ സൃഷ്ടിച്ചു? കാരണം ആ നടികൾക്ക് പലർക്കും വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഇതുപോലും തിരിച്ചറിയാത്തവരാണ്. അപ്പൊ ഇവർക്ക് പൊളിറ്റിക്സിൽ എന്താ ബന്ധം? സാബു ജേക്കബിന്റെ ഒരു ഏകാധിപത്യം, ഒരു കാൾ ഷീറ്റ് കൊടുക്കുന്നു, ആളെ നിർത്തുന്നു, ആ കാൾ ഷീറ്റ് അനുസരിച്ച് അഭിനയിച്ചൊരു പൊക്കോണം
5 വർഷം എന്നുള്ള രീതിയിലാണോ ഈ സ്ഥാനാർത്ഥികളെ നിർത്തിയതെന്ന് ചോദിക്കുന്നവരുണ്ട്. അതെ അതെ. ഇതെല്ലാം പിന്നെ ചില വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ടോ സാബു ജേക്കബ്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. ശരി. പിന്നെ സാബു ജേക്കബിന് എന്തുകൊണ്ട് തൃപ്പൂണിത്തറയും കൊടുങ്ങല്ലൂരും കൊടുത്തു? അത് പാർട്ടിക്ക് BJPക്ക് നല്ല ശക്തമായ കേന്ദ്രമായിരുന്നില്ലേ? ഇവൻ ഏറ്റുമാനൂർ പോലും അങ്ങനെയുള്ള കേന്ദ്രം അത് എന്തിന് 2020 കൊടുത്തു? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ രാജീവ് ചന്ദ്രശേഖർക്കും ചില ഉത്തരങ്ങൾ പാർട്ടിക്കകത്ത് പറയേണ്ടതുണ്ടെങ്കിലും ഇപ്പൊ പൊതുവെ ഒരു ഗുണം കിട്ടിയിരിക്കുന്നത് പാർട്ടിക്ക് പഴയ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ മാറിയിട്ടുണ്ട്. ആരും വന്ന് കയറും. അത് CPMന്റെ MLA ആയാലും CPIയുടെ MLA ആയാലും ഒക്കെ ഈ പാർട്ടിയിലേക്ക്, കോൺഗ്രസിന്റെ നേതാക്കളായാലും ഒക്കെ ഇതിനകത്തേക്ക് വന്ന് കയറുന്നു എന്നുള്ളത് അവർക്കൊരാശ്വാസം നൽകുന്ന കാര്യമാണ്. ആ തൊട്ടുകൂടായ്മ മാറി കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൽ പകുതി രക്ഷപ്പെട്ടു എന്നാണ് BJPക്ക്. ഇപ്പൊ ആ തൊട്ടുകൂടായ്മ മാറി അവർക്ക് അസ്പൃശ്യത ഇല്ല എന്നുള്ളതും അവരുടെ ഒരു ഗുണമാണ്. പക്ഷെ ഇതിലൊക്കെ നിർണായകം ഒരു 2,69,00,000 ചില്ലുവാനും വോട്ടുള്ളതിൽ 1,38,00,000 സ്ത്രീകളാണ്, 1,31,00,000 പുരുഷന്മാരാണ്. അപ്പോൾ ഈ 7 ലക്ഷം വരുന്ന സ്ത്രീകൾ, അതുപോലെ തന്നെ 4,15 ലക്ഷം വരുന്ന ജെൻസി, ഇവരുടെ ഏതാണ്ട് ഒരു 11 ലക്ഷത്തിലധികം വരുന്നവരുടെ വോട്ട് വളരെ നിർണായകമാണ്. അതെ, സ്ത്രീ വോട്ടർമാർ 7 ലക്ഷം കൂടുതലാണ്. 7 ലക്ഷം കൂടുതലാണ് പുരുഷന്മാരെക്കാൾ. അത് വലിയൊരു നിർണായക ഘടകമാണ്. സ്ത്രീകളുടെ വോട്ട് ആർക്ക് കിട്ടുന്നു, അതൊരു പലപ്പോഴും നിഷ്പക്ഷമായിട്ടൊക്കെ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പലർക്കും ഉള്ളത്. അതിലാണ് UDFും LDFും എല്ലാം BJPയും എല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പിന്നെ ജെൻസി 4.5 ലക്ഷം വരുന്ന ആ ജെൻസി വിഭാഗത്തിനെ കൂടെ കൈ കിട്ടിയാൽ ഏതാണ്ട് ഒരു 12 ലക്ഷം വോട്ട്. അത് വളരെ നിർണായകമാണ്. ഒരു മണ്ഡലത്തിൽ ഏതാണ്ട് 8,500 9,000 വോട്ട് വരെ, അത് 140ലും അങ്ങനെ ഒരു 9,000 വോട്ട് വരെ അത്തരത്തിലുണ്ട്. ഭൂരിപക്ഷത്തിന് വേറൊന്നും വേണ്ടല്ലോ. 9,000 വോട്ട് ഇപ്പുറത്ത് വന്നാൽ 18,000 വോട്ടിന്റെ എഫക്റ്റാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ സ്ത്രീകളും ചെറുപ്പക്കാരും ഈ ഇലക്ഷനെ നിശ്ചയിക്കും, നിയന്ത്രിക്കും എന്ന് പറയാം. എന്തായാലും ഇത് ടൈറ്റ് ഫൈറ്റാണ്. ഈ ഫൈറ്റിൽ തീർച്ചയായിട്ടും ഈ വക പ്രശ്നങ്ങളൊക്കെ നീക്കുന്നതുകൊണ്ട് 9-ാം തീയതി വരെ എങ്ങനെ കടന്നുകൂടും എന്നുള്ളതാണ് ഓരോ മുന്നണിയും നോക്കുന്നത്. കടന്നുകൂടുന്നത് ആരെന്ന് പെട്ടി പൊട്ടിച്ചാലേ നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും അതാണ് നമ്മളിന്ന് സംസാരിച്ച ഓരോ മുന്നണി നേതൃത്വം നേരിടുന്ന തലവേദനയെക്കുറിച്ചാണ്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം വിമതസ്വരം, പരസ്യ പ്രതിഷേധം ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കേൾക്കാൻ കഴിയുന്നുണ്ട്. അത് മുന്നണി നേതൃത്വത്തെ വല്ലാതെ പ്രശ്നത്തിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന എഡ്ജ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം UDFന് നഷ്ടപ്പെട്ട് എന്ന സംശയം പരസ്യമായി നിരീക്ഷകർ രേഖപ്പെടുത്തുന്നത്. എന്തായാലും ഇനി അങ്ങോട്ട് കോമ്പറ്റീഷൻ കടുപ്പമേറും. അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ആരായിരിക്കും ആ ഫോട്ടോ ഫിനിഷിൽ ഒന്നാമതെത്തുന്നത് എന്ന ഉദ്യോഗത്തോടുകൂടി നോക്കിയിരിക്കുകയാണ് ജനങ്ങൾ. അഡ്വക്കേറ്റ് വേണുഗോപാൽ പറഞ്ഞതുപോലെ ഈ ജെൻസിയും സ്ത്രീകളും ആർക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ളത് നിർണായകമായിട്ടുള്ള ഒരു ഘടകം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും സ്വിച്ചിട്ട യന്ത്രങ്ങൾ പോലെ നേതാക്കൾ ഇപ്പോൾ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. വർക്കിനുള്ള എല്ലാ ചുക്കാൻ പിടിച്ചുകൊണ്ട് അവർ വളരെ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി വിമതന്മാർ കുതുകാൽ വെട്ടുമോ എന്ന് കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചു. ടോക്കിംഗ് പോയിന്റിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. നമസ്കാരം.